ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മഞ്ചൂരിയൻ ആണ് കേട്ടോ. പച്ചക്കറി ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ പച്ചക്കറികളൊക്കെ തീറ്റിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതുപോലെ ഇത് ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞങ്ങളിത് ചിലപ്പോൾ ഡിന്നർ ആയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പോളം ക്യാബേജ് കൊത്തി അരിഞ്ഞതെടുക്കാം. ഞാൻ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ അളവിന് നിങ്ങൾക്ക് 2 തവണ ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ടാവും. ഞാൻ അരിഞ്ഞപ്പോൾ എപ്പോഴും അരിയാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് ഒരുമിച്ച് അരിഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്. എല്ലാം അരിയുമ്പോൾ നന്നായിട്ട് കൊത്തി ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലാണ് ആ ബോൾസൊക്കെ നമുക്ക് പൊട്ടിപ്പോവാതെയൊക്കെ കിട്ടുകയുള്ളൂ നന്നായിട്ട്. അതിനകത്തേക്ക് പച്ച ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മെയിനായിട്ടും ഇതൊക്കെയാണ് സാധാരണ ചേർക്കാറുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ താഴെ കൊടുക്കാം. ഈ മൈദയും കോൺഫ്ലോറൊന്നും ഒരുപാടായി പോകരുത്. ഒരുപാടായി കഴിഞ്ഞാലേ നമുക്ക് പച്ചക്കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെയും മൈദയുടെയും മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് കുറച്ച് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉരുട്ടുമ്പോൾ അത് പൊട്ടിയൊന്നും പോവാതെ, എണ്ണയിലിടുമ്പോഴും പൊട്ടിയൊന്നും പോവാതെ ഇതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. എത്രമാത്രം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ വെള്ളം കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബോളാക്കി നോക്കാം. അപ്പോൾ ബോളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചേർക്കണ്ട. പക്ഷേ അങ്ങനെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ബോളാക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളമയം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസാണ് കേട്ടോ ആക്കേണ്ടത്. ഒത്തിരി വലിയ ബോളായാൽ നമ്മുടെ ഉള്ളിലൊന്നും വേവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും. അപ്പോൾ ഈ ഒരു പാകത്തിനുള്ള ബോൾസാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഇത് 2 തവണ ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. ഞാൻ ഒരു തവണത്തേക്ക് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇത്രയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കഴിക്കാനായിട്ട് ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അടപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് കൂടുതൽ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, മറിച്ചും തിരിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് പൊട്ടിയൊന്നും പോവാതെ കുറച്ച് ശ്രദ്ധിച്ച് ഇടണമെന്ന് മാത്രം. ഒരു വശം പാകമായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക. തീ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്, ഉള്ളെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറം കരിഞ്ഞു പോകും, ഉള്ളോട്ട് വേവേയില്ല. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലും കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഡബിൾ ഫ്രൈ ചെയ്യാം. അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ വീണ്ടും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾസ് കിട്ടും കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കി വെക്കാം നമുക്ക്. അപ്പോൾ വറുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒപ്പം ഞാൻ കുറച്ച് ഗ്രീൻ ഓനിയൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ആവാനായിട്ട് വിട്ടുപോയിട്ടോ. നിങ്ങൾ അതും കൂടെ ചേർത്ത് കൊടുക്കണേ.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ച ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം പിന്നെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് കുറച്ച് ഒന്ന് കടിക്കാൻ കിട്ടുന്നതല്ലേ ഇങ്ങനത്തെ കറികളിലൊക്കെ നല്ലത്. അപ്പോൾ നമുക്ക് അതൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് സോയാ സോസാണ്. തീ കുറച്ച് വെച്ചേരാം കേട്ടോ. സോയാ സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് കേട്ടോ. ഇത് കുറച്ച് എരിവുള്ള ചില്ലി സോസാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. ഇവിടെ മോനൊന്നും അധികം എരിവ് പറ്റില്ല. നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസിൻ്റെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. ഞാൻ അതുപോലെ തന്നെ മാഗിയുടെ ഹോട്ട് ആൻഡ് സോൾ സോസും ഇതിനകത്തേക്ക് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരവും ഒരു പുളിയൊക്കെ വരും, അതും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. സോസുകളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പാകമായി കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം നമ്മളൊരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോട്ട് ആൻഡ് സോർ സോസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്, കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്തൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറുകലൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാറ് പോലെയാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതിയാവും. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. ഗ്രേവി റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നേരത്തിന് തൊട്ട് മുമ്പ് മാത്രം ആ ബോൾസ് ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ ക്രിസ്പിനെസ്സൊക്കെ അങ്ങ് പോവും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ബോൾസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും ഇട്ട് അലങ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ബോൾസ് ഇപ്പോൾ തന്നെ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജ് മഞ്ചൂരിയൻ റെഡിയായി. നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളും കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.